ഹലോ, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ 2 മെൻസ്ട്രൽ കപ്സിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള. ആൻഡ് ദിസ് വാസ് മൈ തേർഡ് പർച്ചേസ്. അതായത് PSafeൻ്റെ മെൻസ്ട്രൽ കപ്പായിരുന്നു. ഇതെനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടോ. എൻ്റെ ഫസ്റ്റ് യൂസ് ചെയ്ത മെൻസ്ട്രൽ കപ്പൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. ഇൻസേർട്ട് ചെയ്യുമ്പം സുഖം, ഇൻസേർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് യാതൊരു വിധ പ്രശ്നവും ഇതിലുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഞ്ച് ഡൗൺ മെത്തേഡിലാണ് ഇതും ഇൻസേർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മെൻസ്ട്രൽ കപ്പ് മേടിച്ച് അത് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നീട് അത് മേടിക്കാതിരിക്കരുത്. ഇതിപ്പം നിങ്ങൾ പേടിൻ്റെ കേസാണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം, നിങ്ങളെ തന്നെ മൈൻഡിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ ഇൻസേർട്ട് ചെയ്തിട്ടും ഡിസ്കംഫർട്ടിൻ്റെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു മെൻസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് സ്യൂട്ട് ആവാത്തതിൻ്റെ ആയിരിക്കും. സോ നിങ്ങൾ വേറൊരു മെൻസ്ട്രൽ കപ്പ് മേടിച്ചിട്ട് തന്നെ ട്രൈ ചെയ്യണം. ബാക്കിയുള്ളവർക്കൊക്കെ വർക്ക് ആയല്ലോ, എനിക്ക് മാത്രമല്ലേ വർക്ക് ആവാത്തത്, സോ എനിക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. കാരണം കാർമീസിയൊക്കെ അങ്ങനെ പല ഇൻഫ്ലുവൻസേഴ്സിനും വർക്ക് ആയിട്ട് കണ്ടിട്ടായിരുന്നു ഞാൻ മേടിച്ചിരുന്നത്. പക്ഷേ എനിക്കത് തീരെ വർക്ക് ആയിരുന്നില്ല. ബട്ട് PSafeൻ്റെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് പർച്ചേസ് ചെയ്തൊരു വെച്ചിട്ടാണ് ഞാൻ മേടിച്ച് നോക്കിയത്. ആൻഡ് അതെനിക്ക് പക്ക കംപ്ലീറ്റ്ലി നല്ല രീതിക്ക് വർക്കൗട്ടായി. നിങ്ങളുടെ ഞാൻ ലാസ്റ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പാഡും മെൻസ്ട്രൽ കപ്പും ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം പറഞ്ഞതാണ്. അതാണ് പീരീഡ് പാൻറ്റീസ്. ഇത് ഞാൻ എപ്പോഴും പീരീഡ്സ് ആയിട്ടുള്ള നമ്മുടെ 5 ദിവസം കംപ്ലീറ്റ്ലി യൂസ് ചെയ്യണമെന്നല്ല, പക്ഷേ ഹെവി ഫ്ലോ ഉള്ള സെക്കൻഡ് ഡേ ഒക്കെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. കാരണം ഹെവി ബ്ലഡ് ഫ്ലോ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് എത്ര വൈഡർ ബാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പാഡ്സ് യൂസ് ചെയ്താലും രാത്രി ഇപ്പോൾ കിടന്നെണീക്കുമ്പോഴും രാവിലെ ഒന്ന് കാലിൽ നകത്തി വെച്ചിരിക്കുമ്പോഴും ഒക്കെ ഈ സാധനം ഫ്ലോ ആയി പാൻറ്റീസിലും പാൻസിലും ഒക്കെ ആയി മൂഡ് സ്വിങ്സും ഒക്കെ വെച്ച് ക്രാംസും വെച്ച് ഇതൊക്കെ വാഷ് ചെയ്ത് ഇടുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും ഒക്കെ എന്തോരാണല്ലേ. അതൊന്നും നിങ്ങൾക്ക് പീരീഡ് പാൻറ്റീസ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ജസ്റ്റ് പാൻറ്റീസ് പോലെ നിങ്ങൾ വെയർ ചെയ്യാം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഇന്നർ വെയർ കാര്യങ്ങളൊന്നും ഇടണ്ട. ജസ്റ്റ് ഇത് മാത്രം ഇട്ടിട്ട് ഒരു പാൻസ് ഇട്ട് കഴിഞ്ഞാൽ യു ഗുഡ് ടു ഗോ. ലൈക്ക് വെരി കംഫർട്ടബിൾ ഗൈസ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ബ്ലൂ ലൈൻസ് കാണുന്നതാണ് നിങ്ങൾ പാൻറ്റീസ് വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡിൽ വരേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗും ഇത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഐആക്റ്റീവിൻ്റെ പീരീഡ് പാൻറ്റീസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈയിടെയാണ് എവറവേൻ്റെ പീരീഡ് പാൻറ്റീസ് മേടിച്ച് ട്രൈ ചെയ്യുന്നത്. രണ്ടും 10 എണ്ണമായിരുന്നു പാക്കേജിലുണ്ടായിരുന്നത്. 220 റുപ്പീസാണ് ഏകദേശം രണ്ടിനും വരുന്നത്. സോ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. Hello dear Drishya, thank you for watching my video.